വായുരനിലമൃതമധേദം ഭസ്മാന്തം ശരീരം ഓം ക്രതോ സ്മര കൃതം സ്മര ക്രതോ സ്മര കൃതം സ്മര. പ്രാണൻ പോമന്തരാത്മാവിൽ പിൻപു നീറാകുമീയുടൽ ഓമെന്നു നീ സ്മരിക്കാത്മൻ കൃതം സർവം സ്മരിക്കുക. ഭൂമിയിലേക്ക് വന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായതും നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും നിശ്ചയമായും പഠിച്ചിരിക്കേണ്ടതുമായ ഒരു മന്ത്രമാണ് 17ാമത്തെ മന്ത്രം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിന് വളരെ പ്രാധാന്യവുമുണ്ട്. ഈ ഒരു മന്ത്രം ഇതിൻ്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ചും ഇതിൽ അടങ്ങിയിരിക്കുന്ന തത്വവും ഇതിൻ്റെ ശ്രോതാക്കളും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് തന്നെയുണ്ട്. അപ്പോൾ 17ാമത്തെ മന്ത്രം വായുരനിലമൃതമധേദം ഭസ്മാന്തം ശരീരം ഓം ക്രതോ സ്മര കൃതം സ്മര ക്രതോ സ്മര കൃതം സ്മര. ഒന്നുകൂടെ മന്ത്രം നോക്കാം. വായുരനിലമൃതമധേദം. ഒരക്ഷരം വിട്ടുപോയാൽ അതിൻ്റെ സ്ട്രക്ചർ പോകും, അതിൻ്റെ മീനിങ്ങേ പോകും. വായുരനിലമൃതമധേദം ഭസ്മാന്തം ശരീരം ഓം ക്രതോ സ്മര കൃതം സ്മര ക്രതോ സ്മര കൃതം സ്മര. അതിനെ ഗുരു നമുക്ക് നൽകിയിരിക്കുന്ന തർജ്ജമ 20ഉം 21ഉം 20ാമത്തെ മന്ത്രത്തിൻ്റെ 2 വരി 21ാമത്തെ 2 വരി ചേർത്ത് വേണം അതിൻ്റെ തർജ്ജമ മനസ്സിലാക്കാൻ. പ്രാണൻ പോമന്തരാത്മാവിൻ പിൻപു നീറാകുമീയുടൽ ഓം എന്നു നീ സ്മരിക്കാത്മൻ കൃതം സർവം സ്മരിക്കുക. പ്രാണൻ പോമന്തരാത്മാവിൻ പിൻപു നീറാകുമീയുടൽ ഓം എന്നു നീ സ്മരിക്കാത്മൻ കൃതം സർവം സ്മരിക്കുക. അതൊരു അനുഭൂതിയാണ് നമ്മൾ തർജ്ജമയിലേക്ക് കടക്കുമ്പോഴും മന്ത്രത്തിലേക്ക് കടക്കുമ്പോഴൊക്കെ. നമുക്കിതിൻ്റെ ഈ മന്ത്രം എന്താണ് പറയുന്നത് നോക്കാം. നമുക്കതിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കാം. എല്ലാവരുടെ കയ്യിൽ മൂലമന്ത്രം ഉണ്ടായിരിക്കണം, തർജ്ജമയുണ്ടായിരിക്കണം. വളരെ ശ്രദ്ധയോടെ ഓരോ പദങ്ങളും മനസ്സിലാക്കുക. സംശയമുള്ളത് ക്ലാസ്സിന് ശേഷം ചോദിക്കാം. നോക്കാം. വായുരനിലമൃതമധേദം. അത് നമുക്ക് പിരിച്ചു പറയേണ്ട മനസ്സിലാക്കേണ്ട വരിയാണ് ആദ്യത്തെ വരി. വായുഹു അനിലം അമൃതം അധ ഇതം. 5 പദമുണ്ട് അതിൽ. വായുഹു അനിലം അമൃതം അധ ഇതം ചേരുമ്പോൾ വായുരനിലമൃതമധേദം. ചൊല്ലാൻ അറിയില്ലാത്തവരെ അത് ക്ലാസ് എടുക്കുമ്പോൾ ഉച്ചരിച്ചത് ചൊല്ലി മനസ്സിലാക്കിക്കൊള്ളണം. വായുരനിലമൃതമധേദം. വായുഹു അനിലം അമൃതം അധ ഇതം. ആ ഒരു പദച്ഛേദം അതിനകത്തുള്ളൂ. ബാക്കിയെല്ലാം പിരിച്ചു തന്നെ തന്നിരിക്കുന്നത്. നോക്കൂ. ഭസ്മാന്തം ശരീരം ഓം ക്രതോ സ്മര കൃതം സ്മര. റിപ്പീറ്റേഷനാണ്, ആവർത്തിച്ച് പറയുകയാണ്. ഇത് നീ ചെയ്യേണ്ടതാണ്, യു മസ്റ്റ് ഡു ഇറ്റ്.
നീ ഇത് തീർച്ചയായും നിന്റെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടത് ഒന്നാണെന്നുള്ളതുകൊണ്ട് ആവർത്തിച്ച് പറയുക. ഓർക്കണേ, ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ പോണ വഴി ഓർക്കില്ല, ആദ്യം പറഞ്ഞത് മറക്കല്ലേ എന്ന് പറയില്ലേ, അതുപോലെ ഓം ക്രതോ സ്മര കൃതം സ്മര. പിന്നെയും പറയുക, ക്രതോ സ്മര കൃതം സ്മര. വർദ്ധിച്ച ആദരവോടുകൂടി ഇത് നീ മറക്കരുത് എന്ന് ഋഷീശ്വരന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് വായിക്കാൻ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ആവർത്തിച്ചൊന്നുകൂടെ പറയുന്നത് കേട്ടോ. വായുഹു അനിലം അമൃതം അധ ഇതം ചേരുമ്പോൾ വായുരനിലം അമൃതമധേദം ഭസ്മാന്തം ശരീരം. ഓം ക്രതോ സ്മര കൃതം സ്മര ക്രതോ സ്മര കൃതം സ്മര. ഒരു പ്രാവശ്യം കൂടി പറയാം. വായുഹു അമൃതം അനിലം അധ ഇതം ശരീരം ഭസ്മാന്തം ക്രതോ ഓം സ്മര ക്രതോ സ്മര കൃതം സ്മര. ഇതാണ് അന്വയം. ഇനി നമുക്കതിൻ്റെ ഓരോ പദങ്ങളും എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മന്ത്രത്തിന്റെ അർത്ഥം വിശദീകരിച്ചതിന് ശേഷം നമുക്ക് ഗുരുവിന്റെ തർജ്ജമ പഠിക്കാം. നോക്കാം. വായുഹു. വായുഹു എന്നുള്ളതുകൊണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വായു അല്ല, നമ്മുടെ ശരീരത്താൽ പരിച്ഛിന്നമായ പ്രാണവായുവാണ്. നമ്മുടെ ഓരോരുത്തരെയും ശരീരത്തെ നിലനിർത്തുന്ന പ്രാണവായു. ശരീരം എന്ന ഒരു ഉപാധിയിൽ പെട്ടിരിക്കുന്നവരാണ് നാം. ശരീരമാകുന്ന കൂട്ടിൽ പെട്ടിരിക്കുന്നവരാണ്. ആ ശരീരത്താൽ പരിച്ഛിന്നമായ, മറയ്ക്കപ്പെട്ട, അതിൽ അന്തർഹിതമായ പ്രാണവായു എന്നർത്ഥം. വായു അതായത് നമ്മൾ നേരത്തെ ഉപനിഷത്ത് പഠിക്കുമ്പോൾ ഒക്കെ പഠിച്ചു സമഷ്ടിയും വെഷ്ടിയും. സമഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു വനം സമഷ്ടിയാണ്, അതിലെ ഒരു വൃക്ഷത്തെ പറയുമ്പോൾ വെഷ്ടി എന്ന് പറയും. അതുപോലെ ലോകത്തെ ജനങ്ങളെ മൊത്തം പറയുമ്പോൾ സമഷ്ടി പറയാം, അതിൽ ഒരെണ്ണത്തിനെ പറയുമ്പോൾ വെഷ്ടി പറയാം. ഇപ്പം ഇവിടെ വെഷ്ടി സത്തയിലെ പ്രാണൻ എന്നർത്ഥം. വായു എന്നുള്ളത് കൊണ്ട് സെപ്പറേറ്റ് എടുത്തോളണം. ഓരോ ജീവനുകളിലുമുള്ള ആ പ്രാണൻ, അതിനെയാണ് വായു എന്ന് പറയുന്നത്. നമ്മുടെ ശരീരാന്തർഗതമായിരിക്കുന്ന പ്രാണൻ, ശരീരത്താൽ പരിച്ഛിന്നമായ പ്രാണനാണ് വായു. അത് വെഷ്ടി സത്തയിലെ പ്രാണനാണ്. മരണവേളയിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പറയില്ലേ പ്രാണൻ പോയി എന്ന് പറയാറില്ലേ, ആ പ്രാണനെ കുറിച്ചാണ് പറയുന്നത്. മരണവേളയിൽ ശരീരത്തിലുള്ള പ്രാണനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മരിക്കാൻ പോകുന്ന ഒരാളുടെ ഭാവന എങ്ങനെയായിരിക്കണം? ഈ ശരീരം വെടിയുന്ന ആ പുണ്യമായ സമയം കരയുകയല്ല വേണ്ടത്, ഏറ്റവും പവിത്രമായൊരു നിമിഷമാണ്, അതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മരണവേളയിൽ ശരീരത്തിലുള്ള പ്രാണൻ. നോക്കൂ, അപ്പോൾ വായുവിൻ്റെ അർത്ഥം പറഞ്ഞു. ശരീരത്താൽ പരിച്ഛിന്നമായ പ്രാണൻ. അമൃതം അനിലം. ഇവിടെ വായു എന്നുള്ള വാക്കിനും അനിലം എന്ന വാക്കിനും ഒരർത്ഥമാണ് കേട്ടോ. അനിലൻ എന്ന് പറഞ്ഞ വായു തന്നെയാണ്. അനലൻ എന്ന് പറഞ്ഞ അഗ്നിയാണ്. നമ്മൾ നേരത്തെ പഠിച്ച് അനലൻ അഗ്നി, അനിലൻ വായു. ഇവിടെ ആദ്യത്തെ വായു എന്ന് പറഞ്ഞ ഏതാ? ശരീരത്താൽ പരിച്ഛിന്നമായ നമ്മളിലൊക്കെയുള്ള പ്രാണൻ ഏതിലേക്ക് ചേരും മരണസമയത്ത്? അമൃതം അനിലം, അതായത് നാശമില്ലാത്ത ആ പ്രപഞ്ച പ്രാണനെ പ്രാപിക്കുന്നു. നാശമില്ലാത്ത അമൃതസ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശം, നമ്മളിലുള്ള പ്രാണൻ പിന്നെ ശരീരത്താൽ പരിച്ഛിന്നമാണ്. ശരീരം നശിക്കുമ്പോൾ അത് പ്രപഞ്ച പ്രാണനിലേക്ക് ചേരും. അതുപോലെ അമൃതസ്വരൂപമായ മരണമില്ലാത്ത നാശമില്ലാത്ത വായുവിനെ പ്രാപിക്കുന്നു എന്നർത്ഥം. അമൃതം അനിലം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്ത പ്രാണനെ പ്രാപിക്കുന്നു, പ്രപഞ്ച പ്രാണനെ പ്രാപിക്കുന്നു. എപ്പോഴാണ്? മരണവേളയില്. മരണമില്ലാത്ത നാശമില്ലാത്ത പ്രപഞ്ച പ്രാണനെ പ്രാപിക്കുന്നു. അമൃതം അനിലം എന്ന് പറഞ്ഞാൽ അതാണ്. അമൃതമായ ആദ്യത്തെ വായു പരിച്ഛിന്നമാണ്, നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. പക്ഷെ രണ്ടാമത്തത് ആ സൃഷ്ടിയുടെ, ആ ജഗദീശ്വര സൃഷ്ടിയിലുള്ളതാണ്. ജഗദീശ്വരൻ അതിൽ നിന്നാണ് സകലത്തിനെയും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ അമൃതം അനിലം എന്ന് പറഞ്ഞത്. ആ പ്രപഞ്ച പ്രാണനെ
ലേക്ക് ലയിക്കുന്നു. അപ്പോൾ ഒരു ഒരു മുറിയിൽ ഒരു കുടം വെച്ചാൽ ആ കുടത്തിൻ്റെ അകത്തും വായു ഉണ്ടാവും, ആ മുറിയിലും വായു ഉണ്ടാവും. ആ കുടം അങ്ങ് പൊട്ടിപ്പോയാൽ എന്ത് പറ്റും? അതിനകത്തുള്ള വായു ആ ഘടാകാശ ആ റൂമിലുള്ള വായുവായിട്ട് ചേരുന്നു. അപ്പോൾ നമ്മളൊക്കെ വെറും ഒരു ശരീരം എന്ന ശരീരത്താൽ മറയ്ക്കപ്പെട്ട ആ ഒരു ഉപാധിയിൽ നിൽക്കുന്ന ഒരു കൊച്ചു ഒരു ചെറു തരിയാണ്. ആ തരിയാണ് ഇത്ര വലിയ അഹങ്കരിച്ച് നടക്കുന്നത് നമ്മൾ. അപ്പോൾ അമൃതസ്വരൂപമായ മരണമില്ലാത്ത വായുവിനെ പ്രാപിക്കുന്നു എന്നർത്ഥം. അതായത് സമഷ്ടി സത്തയിലെ പ്രപഞ്ച പ്രാണനെ പ്രാപിക്കുന്നു. വ്യഷ്ടി സത്തയിലെ പ്രാണൻ സമഷ്ടി സത്തയിലെ പ്രാണനെ പ്രാപിക്കുന്നു. വ്യക്തിഗതമായ പ്രാണൻ പ്രപഞ്ചഗതമായ പ്രാണനിൽ ലയിക്കുന്നു എന്നർത്ഥം. ലയിച്ചു കഴിഞ്ഞാൽ അനന്തരം ശേഷം ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരം ആ ശരീരം അവിടെ കിടക്കും. എല്ലാവരും ഒരിത്തിരി മാറിയിരിക്കും കാണുമ്പോൾ, അല്ലേ? അത്ര നാളുണ്ടായിരുന്ന സ്നേഹമൊന്നും ആ ശരീരത്തോട് പിന്നെ ആർക്കും ഉണ്ടാവില്ല. മൈത്രീഭാവം ഉണ്ടാവില്ല, സുഹൃദ്ഭാവം ഉണ്ടാവില്ല, പ്രണയം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മാറിപ്പോവും ആ ശരീരത്തെ കാണുമ്പോൾ. അനന്തരം ഇതം എന്നുള്ള വാക്കിന് അനന്തരം എന്നർത്ഥം. ആഫ്റ്റർ ദാറ്റ് അനന്തരം ഇതം ശരീരം, പ്രാണൻ വിട്ടുപോയ ആ ശരീരം, ഇതം ശരീരം, ഈ സ്ഥൂല ശരീരം, പ്രാണൻ വിട്ടുപോയ നമ്മുടെ സ്ഥൂല ശരീരം എന്താ ചെയ്യണമെന്ന് ഋഷി പറയാതെ തന്നെ നമുക്കറിയാം. ഇതം ശരീരം, ഈ സ്ഥൂല ശരീരം ഭസ്മാന്തം. നോക്കൂ, അത് ഭസ്മമാകുന്ന അന്തത്തോടു കൂടിയതായി മാറുന്നു. ഒരു പിടി ചാരമായിട്ട് 150 200 എത്രയോ ഗ്രാം ചാരമാണെന്ന് പറയുന്നു മനുഷ്യ ശരീരം. നമ്മളൊക്കെ ചാരങ്ങളാണ്, കത്തിച്ചു കളയാനുള്ള വിറകുകളാണ്. അപ്പോൾ ഈ സ്ഥൂല ശരീരം ഭസ്മമാകുന്ന അന്തത്തോടു കൂടിയതായിരിക്കും. അതായത് ചാമ്പലാകും, വെണ്ണീറാവും, ചാരമാകും എന്നർത്ഥം. ഭസ്മാന്തം. എപ്പോഴാണ് ഈ ശരീരം ഭസ്മാന്തമാകുന്നത്? വായുഹു അമൃതം അനിലം. വ്യക്തിഗതമായ പ്രാണൻ സമഷ്ടിഗതമായ പ്രപഞ്ച പ്രാണനിലേക്ക് ലയിക്കുമ്പോൾ അതിനുശേഷം ഇതം ശരീരം ഭസ്മാന്തം, ഈ ശരീരം എരിഞ്ഞ് ചാമ്പലാകട്ടെ, അല്ലേ? ഈ ശരീരം എരിഞ്ഞ് ചാമ്പലാകട്ടെ പറയാണ്. സ്മന്തം ശരീരം. ആ സമയത്ത് ക്രതോ എന്ന് പറഞ്ഞ ജീവാത്മാവ് അല്ലെങ്കിൽ മനസ്സ്. നമുക്ക് ഈ നമ്മളിലുള്ള ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിലേക്ക്, അന്ധകരണത്തിലേക്ക് പ്രതിബിംബിച്ചിരിക്കുന്ന പ്രാണചലനമാണ് നാം എന്ന ജീവൻ. മനസ്സാണ് ശരിക്കും പറഞ്ഞ ജീവൻ. ആ മനസ്സ് നശിക്കുന്നില്ല, സ്ഥൂല ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ. നമ്മുടെ സൂക്ഷ്മ ശരീരാത്മകമായ മനസ്സ് പ്രപഞ്ച പ്രാണനിലേക്ക് ലയിക്കുക എന്ന് പറയാ. പിന്നെ മരിക്കുമ്പോൾ എന്തിനാ കരയണത്? അല്ലെങ്കിൽ തന്നെ ഈ ശരീരം ജഡമാണ്. ആ ജഡത്തിനെ ചൈതന്യവത്താക്കി വെച്ചിരുന്നത് അതിനുള്ള പ്രാണനാണ്, മനസ്സാണ്, പ്രാണാന്തർഗതമായ മനസ്സാണ്. അത് നശിക്കുന്നില്ലല്ലോ, അത് പ്രപഞ്ച പ്രാണനിലേക്ക് പോയിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പം നമ്മൾ എന്തിനാ കരയണത്? ശരീരം അല്ലെങ്കിലും ജഡം തന്നെയാണ്. അതാണ് നമ്മൾ ഇതിനകത്തൊന്ന് മനസ്സിലാക്കേണ്ട തത്വം. നമ്മുടെ ലോക ജീവിതത്തിൽ എല്ലാവരും ഭയപ്പെടുന്ന മരണം, ആ മരണഭയത്തെ ഇല്ലാതെയാക്കി നമ്മുടെ ജീവിതത്തെ ശാന്തവും സ്വസ്ഥവുമാക്കുന്നതിന് വേണ്ടിയാണ് ഋഷീശ്വരന്മാര് നമ്മളോട് ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഭസ്മാന്തം ശരീരം, അല്ലെ? ശരീരം എരിഞ്ഞു ചാമ്പലാകട്ടെ, ഭസ്മമാകുന്ന അന്തത്തോടു കൂടി ഇരിക്കട്ടെ. ആ സമയത്ത് ക്രതോ ജീവാത്മാവേ, സങ്കല്പരൂപമായ മനസ്സേ എന്നൊക്കെ പറയാം. സങ്കല്പാത്മകമായ മനസ്സ്, നമ്മുടെ സങ്കല്പമാണ് നമ്മുടെ ജീവിതം. എത്രയോ പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ സങ്കല്പമാണ് ആ വ്യക്തിയുടെ ജീവിതമായി വിരിഞ്ഞു വന്നത്. നമുക്ക് എത്രയോ ലോകങ്ങളുണ്ടെന്നറിയോ? ഓരോ വ്യക്തിയും ഓരോ ലോകത്തിലാണ് ജീവിക്കുന്നത്. അവരിൽ ഒരാൾ കാണുന്ന കാഴ്ചയല്ല മറ്റൊരാളുടെ അന്തക്കാഴ്ച. അവൻ്റെ ലോകം തന്നെ വ്യത്യാസമാണ്. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ലോകം അല്ലല്ലോ ഒരു സിനിമാക്കാരൻ്റെ ലോകം. അവൻ്റെയും ലോകമല്ല ഒരു ആർട്ടിസ്റ്റിൻ്റെ ലോകം. അപ്പോൾ പലരും ഇവിടെ പല ലോകങ്ങളിൽ സങ്കല്പാത്മകമായ ആ ഒരു ജീവിതത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പറയാണ് ക്രതോ ജീവാത്മാവേ, സങ്കല്പരൂപാത്മായ മനസ്സേ, അല്ലയോ മനസ്സേ, നീ എന്ത് ചെയ്യണമെന്ന് പറയാ? ഓം സ്മര,
നിനക്ക് പണിയുണ്ട് അവിടെ. ഇപ്പം നമുക്കിതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമ്മളിത് ഓർക്കുമോ? നമ്മുടെ ശരീരത്തിൽ ജീവൻ തുടിക്കുന്ന സമയം, ആ ആരോഗ്യത്തോടെ ശരീരം ഓർഗൻസ് ഹെൽത്തി ആയിരുന്നപ്പോൾ, ബുദ്ധി തെളിഞ്ഞപ്പോൾ നമ്മളിതെല്ലാം പഠിച്ചു വെച്ചില്ലെങ്കിൽ, മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ, പ്രാണം പോകുന്ന സമയത്ത് നമുക്കിതൊക്കെ അറിയാൻ പറ്റുമോ? ആര് പറഞ്ഞു തരാനാ? ആ സമയത്ത് പഠിക്കാൻ പോയാൽ പറ്റുമോ? അപ്പം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ ഓരോരുത്തരും നടത്തുന്നത്. ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ആധ്യാത്മിക പഠനത്തിന് മാറ്റിവെക്കണമെന്ന് ജപം, പഠനം, പാഠനം ഒക്കെ പഞ്ചമഹായജ്ഞങ്ങളിൽ പറയുന്നത് അതുകൊണ്ടാണ്. അതാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഈ ശരീരം ഭസ്മാകുമ്പോൾ. അതാണ് പറയാണ് ഓം സ്മര. ആ സമയത്ത് നിന്റെ ശരീരം ജീർണിച്ച് പ്രാണൻ പോകുന്ന ഘട്ടത്തിൽ, അന്തിമ വേളയിൽ നീ ചെയ്യേണ്ടത് ഓംകാരത്തെ സ്മരിക്കൂ. അതിനു വേണ്ടിയിട്ട് ഓംകാരത്തെ നമ്മളിപ്പോൾ ഓരോ ശ്ലോകം, ഓരോ മന്ത്രം ചൊല്ലുമ്പോൾ അതിൻ്റെ കൂടെ ഓം എന്ന് കൂട്ടിച്ചേർക്കും. ഈ മന്ത്രം എന്നെ എത്തിക്കേണ്ടത് ഈ ഓമിലാണെന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കൊന്നും അർത്ഥം അറിയില്ലാതെ നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നീ ഓം സ്മര, ഓം എന്ന് നീ സ്മരിക്കൂ. അത് ഓമൊക്കെ നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ബ്രഹ്മപ്രതീകമായ ശബ്ദമാണ് ഓങ്കാരം. നീ ഇത്ര നാളും ധ്യാനിച്ചുറപ്പിച്ച ആ ഓങ്കാരത്തെ നീ സ്മരിക്കൂ. നിന്റെ പ്രാണൻ പോകുന്ന സമയത്ത് നീ നിസ്സഹായനായി പരാധീനപ്പെട്ട് കിടക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് നീ വെറുതെ കിടക്കണ്ട, ഓം എന്ന് സ്മരിക്കൂ, ഓങ്കാരം സ്മരിക്കൂ. ബ്രഹ്മപ്രതീകമായ ഓങ്കാരത്തെ സ്മരിക്കൂ, പ്രണവത്തെ സ്മരിച്ചുകൊള്ളൂ. ഓങ്കാരത്തെ പറയുന്ന പേരാണ് പ്രണവം, അല്ലേ? എന്നിട്ട് പറയുക, അത് മാത്രമല്ല ചെയ്യേണ്ടത്, കൃതം സ്മര. കൃതം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ നീ ഇവിടെ ചെയ്തിട്ടുള്ളത്, ഇപ്പോഴും നമ്മളോട് നീ ഇവിടെ ഈ ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിന്റെ ജീവിതത്തെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്തെന്ന് ചോദിച്ചാൽ വെറുതെ ഒന്ന് എല്ലാവരും ചോദിച്ചു നോക്കൂ. എന്തെല്ലാം ചിന്തകളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോഴും പണ്ടത്തെ ഓർമ്മകൾ പ്രബലമായിട്ടുള്ളത്? അത് നമ്മുടെ വാസനയാണ്. അത് നമ്മൾ കൊണ്ടുപോകും. പറയാമല്ലോ, ഇങ്ങനെ ഒരിക്കലും മറക്കില്ല. വളരെ കുഞ്ഞിലെ ഉള്ളതാണെങ്കിൽ ഞാൻ ഇപ്പോഴും മറക്കാതെ അന്ന് എന്നെ പറഞ്ഞ വാക്ക്, അന്ന് ഞാൻ നേടിയ വിജയം, അന്ന് ഞാൻ അതിജീവിച്ച ജീവിത പ്രതിസന്ധികൾ, ഇതെല്ലാം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയാറില്ല. അത് നമ്മുടെ വാസനയാക്കരുതെന്നാണ് പറയണത്. അപ്പോൾ കൃതം സ്മര, ഈ സമയത്ത് ആ ഓങ്കാരത്തിൽ അതെല്ലാം മെൽറ്റാക്കി കളയാനാ പറയാ. കൃതം സ്മര, ചെയ്തിട്ടുള്ള കർമ്മങ്ങളെയെല്ലാം നീ സ്മര. യു ഷുഡ് റിമെമ്പർ എന്നാണ് സ്മര. അത് അജ്ഞാർത്ഥക ക്രിയയാണ്. ഇവിടെ മുനി ഉപദേശിക്കുകയാണ്, ഋഷി ഉപദേശിക്കുകയാണ്, നീ തീർച്ചയായും ചെയ്തിരിക്കണം. ഇപ്പൊ ടീച്ചർ പറയാണ്, പാഠം പഠിക്കൂ എന്ന് പറയുക. അതുപോലെ കൃതം സ്മര, ചെയ്തിട്ടുള്ള കർമ്മങ്ങളെ നീ ഓർക്കൂ. അത് ആ പ്രണവമന്ത്രം ചൊല്ലുകയും നീ ചെയ്തിട്ടുള്ള നല്ലതും ചീത്തയുമായ ധാരാളം കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ആ നല്ലതിനെ ഓർത്തിട്ട് ആ ചീത്തതിനെ, ആ ദുഷ്കർമ്മങ്ങളെ നീ ആ പ്രണവത്തിൽ ശുദ്ധീകരിച്ചുകൊണ്ട് അതിനുള്ള പ്രായശ്ചിത്തം നിനക്ക് ചെയ്യാവുന്ന സമയം. അത് നമുക്ക് ഏറ്റവും കിട്ടുന്നൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണത്. എന്തിനെ സ്മരിച്ചുകൊണ്ട് പോകുന്നു അതായി മാറുന്നു. അപ്പോൾ ഈ വൈരാഗ്യത്തോടെയും വെറുപ്പോടെയും വിദ്വേഷത്തോടെയൊക്കെ പോകാതെ, വിദ്വേഷമുള്ളവരെയും വൈരാഗ്യമുള്ളവരെയൊക്കെ ആ മനസ്സിലെ കാമക്രോധാദികളെ ഒക്കെ അടക്കിയിട്ട് അതിനെ ആ ഈശ്വരങ്ങളിലേക്ക് സമർപ്പിച്ച് ശാന്തമായ മനസ്സോടെ നീ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് കൃതം സ്മര, ചെയ്ത കർമ്മങ്ങളെ എല്ലാവരും ഓർത്ത് ശുദ്ധീകരിക്കൂ, ഓമിൽ ശുദ്ധീകരിക്കൂ. വീണ്ടും പറയാ. പിന്നെ നമ്മൾ ഈ ശരീരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് ഇതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ പ്രാർത്ഥന പഠിച്ചാൽ ഒരു ഉടലിൽ അമർന്ന് ഉഴലില്ല നമ്മൾ. ഇനിയും ശരീരം എടുത്ത് വരില്ല. എത്രയോ ദുഃഖങ്ങളാണ് ഒരു ശരീരം എടുത്ത് വന്നാൽ. അപ്പോൾ പറയാണ്, നിനക്ക് ശ്രേഷ്ഠമായ നിന്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തണ്ടേ? അതിനുവേണ്ടി ക്രതോ, അല്ലയോ ജീവാത്മാവേ, സ്മര, നീ പ്രണവം ഓർത്തുകൊള്ളൂ. കൃതം സ്മര, ചെയ്തിട്ടുള്ള സത്കർമ്മങ്ങളെ ഓർമ്മിക്കൂ, ദുഷ്കർമ്മങ്ങളെ അതിലേക്ക് ശുദ്ധീകരിക്കൂ എന്നാണ് പറയുന്നത്. ഇതാണ് ഓരോ വാക്കിൻ്റെയും അർത്ഥം. ഇവിടെ ഒരു 3-4 വരികൾ ആവർത്തനമാണ്. പ്രണവത്തെ ഓർമ്മിക്കുക, ചെയ്തിട്ടുള്ള കർമ്മങ്ങളെ ഓർക്കുക, അല്ലയോ മനസ്സേ നീ പ്രണവത്തെ ഓർക്കുക, ചെയ്തിട്ടുള്ള കർമ്മങ്ങളെ ഓർക്കുക. ഇതാണ്
മൂലാർത്ഥം. നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ മനസ്സിലാകില്ല അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. നമ്മൾ കൂടുതൽ വിശദീകരിക്കുമ്പോൾ അത് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് വെറുതെ ആശയം ഒന്ന് പറഞ്ഞു നോക്കിയേ. മരണവേളയിൽ വെറുതെ പറഞ്ഞാൽ മതി, ഒരു നല്ല അച്ചടി ഭാഷയിലൊന്നും പറയണ്ട. നമുക്ക് മനസ്സിലായ രീതിയിൽ നമ്മൾ വെറുതെ ഒന്ന് മനനം ചെയ്ത് നോക്കുക. നമ്മുടെ മരണവേളയിൽ നമ്മുടെ ശരീര അന്തർഗതമായ വായു, ആ ശരീരത്താൽ പരിച്ഛിന്നമായ പ്രാണവായു ഈ പ്രപഞ്ചസത്തയിലെ പ്രാണനിലേക്ക് ലയിക്കുന്നു. ആ സമയത്ത് പ്രാണൻ അങ്ങ് വിട്ടാൽ ഈ ശരീരം പിന്നെ നിമിഷം കൊണ്ട്, എത്ര കൂടി വന്നാൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ, അല്ലെങ്കിൽ ഫ്രീസറിലൊക്കെ വെച്ച് 1 ദിവസം 2 ദിവസം ഇരിക്കും ചിലപ്പോൾ. ഇപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. ശവശരീരത്തോട് വല്ലാത്ത അനാദരവാണ് ഇപ്പോൾ കാണിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോഴും വല്ലാതെ വിഷമിച്ചു, മരിച്ചു കഴിഞ്ഞാലും അതിനെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് മരപ്പിച്ച് വല്ലാതെയാക്കും. അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ ശവസംസ്കാരം നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ആ പ്രാണൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ, ശരീരം ഭസ്മാന്തമാണ്. അതുകൊണ്ട് ആ സമയത്ത് ഈ പ്രാണൻ വിടുന്ന സമയത്ത് അലയോ ജീവാത്മാവേ നീ ഓം സ്മര. ബ്രഹ്മത്തിന്റെ പ്രതീക ശബ്ദമാണ് ഓം. നീ എത്തേണ്ടത് ആ ഓമിലാണ്. ഗുരുവിന്റെ പ്രതിഷ്ഠയുടെ അവസാനം നമുക്ക് തന്നത് ഓംകാരമാണ്. നമ്മൾ എത്തേണ്ട അവസ്ഥയാണത്, എത്തേണ്ട അനുഭവമാണത്. അതുകൊണ്ടാണ് ഗുരു വെറുതെ അല്ല നമുക്കതെല്ലാം, ഭഗവാന്റെ ഓരോ ചലനങ്ങളും നമ്മളെ ആ പരമ്പൊരുളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഓം സ്മര, ഓമെന്ന് നീ സ്മരിക്കൂ. കൃതം സ്മര, അല്ലെ, ചെയ്ത കർമ്മങ്ങളും എല്ലാം അവിടെ ഓർക്കൂ. അല്ലയോ 2 പ്രാവശ്യം പറയുക, അല്ലയോ മനസ്സേ നീ ഓമിനെ സ്മരിക്കൂ, ചെയ്ത കർമ്മങ്ങളെ ശുദ്ധീകരിക്കൂ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഗുരുവിൻ്റെ തർജ്ജമ ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനും നമ്മളെല്ലാവരും പഠിക്കാനും, ഇത് പഠിക്കണം, ഇതൊക്കെ പറഞ്ഞു തരാനാണ് ആ ആത്മസാക്ഷാത്കാര അനുഭവത്തിൽ നിന്ന് ഇറങ്ങി ഈ ലോകത്തേക്ക് വന്ന് ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു തരാൻ ഇറങ്ങിയപ്പോൾ കുറേ കർമ്മങ്ങളിൽ പെട്ടപ്പോൾ ആ ശരീരം കൊണ്ട് കുറേ അനുഭവിച്ചു. ഒരുപക്ഷെ ആ മരുത്വമലയിൽ ഇരുന്ന് അവിടെ നിന്ന് ആ ശരീരം മഹാസമാധിയിലേക്ക് അണഞ്ഞിരുന്നെങ്കിൽ നമുക്കിതൊന്നും കിട്ടില്ലായിരുന്നു, അല്ലേ, കിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളെയും കൂടി ചേർത്ത് നമുക്കും കൂടി ഇത് പറഞ്ഞു തരാൻ ഇറങ്ങി വന്നപ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലമായി ശരീരം കൊണ്ട് ഒത്തിരി വേദനകൾ അനുഭവിച്ചു. അതുകൊണ്ട് അത് തന്നെയാണല്ലോ സഹോദരനായപ്പോഴെന്ന് പറഞ്ഞത്, ഭുവന ശുശ്രൂഷയെ അഴുതാലും ഞങ്ങൾ ഇരുന്ന വിഗ്രഹം വിലയമാണ്ടുപോയി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പ്രകൃതത്തിലേക്ക് വരാം. പ്രാണൻ പോം അന്തരാത്മാവിൻ. ആദ്യത്തെ ഗുരുവിന്റെ തർജ്ജമ എടുത്ത് നോക്കട്ടോ. നമ്മൾ ഇനി മന്ത്രം പഠിച്ച സ്ഥിതിക്ക് നമുക്ക് എളുപ്പം മനസ്സിലാവും. പ്രാണൻ, ആദ്യം വായു എന്ന് പറഞ്ഞില്ലേ നമ്മൾ, ആദ്യത്തെ മന്ത്രത്തിൽ ആദ്യത്തെ വാക്ക് വായു എന്നാണ്, അല്ലേ. ആ വായു, അതിനെയാണ് പ്രാണൻ എന്ന് ഗുരു തർജ്ജമയിൽ തന്നത്. ഇനി പ്രാണൻ പോം അന്തരാത്മാവിൻ, അവിടെ അന്തരാത്മാവിൻ പോം, അവിടെ അങ്ങനെ എടുക്കണം. അതായത് പ്രപഞ്ച പ്രാണനിലേക്ക് പ്രപഞ്ച ആത്മാവായ വായുവിൽ പോം ലയിക്കുന്നു. നോക്കിക്കേ, പ്രാണൻ, നമ്മളെ വ്യക്തിഗതമായ പ്രാണൻ അന്തരാത്മാവിൻ പോം എന്ന് പറഞ്ഞ എന്താ, പ്രപഞ്ച ആത്മാവായ ആ പ്രാണനിൽ, അന്തരാത്മാവായ പ്രപഞ്ചത്തിന് ആത്മാവുണ്ട്, ഓരോ വ്യക്തിക്കും ആത്മാവുണ്ട്. അപ്പോൾ ആ പ്രപഞ്ച പ്രാണനിലേക്ക്, പ്രപഞ്ച അന്തരാത്മാവായ ആ പ്രാണനിലേക്ക് പോവും ലയിക്കും. വ്യക്തിഗതമായ പ്രാണൻ ആ പ്രപഞ്ച പ്രാണനിലേക്ക് ലയിക്കും മരണവേളയിൽ. അടുത്ത നോക്കൂ, പിൻപ്, ശേഷം. ഇതിൻ്റെയൊക്കെ അർത്ഥം പറഞ്ഞു കൊടുക്കണം കേട്ടോ. പിൻപ്, ശേഷം എന്ന് പറഞ്ഞ അധ, അനന്തരം, മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന അധ. ആദ്യത്തെ വരി വായു അമൃതം അനിലം എന്നാണ്. ആദ്യത്തെ വരി മന്ത്രത്തിലുള്ള പ്രാണൻ പോം അന്തരാത്മാവിൽ എന്നുള്ളത് വായു അമൃതം അനിലം എന്ന് പറയാം. പ്രാണൻ ഓർത്തോളണം. പ്രാണൻ നമ്മുടെ വ്യക്തിഗത ജീവൻ ശരീര അന്തർഗതമായ പ്രാണനാണ്. അന്തരാത്മാവിൻ പോം എന്ന് പറഞ്ഞ പ്രപഞ്ച പ്രാണനിലേക്ക് പോം ലയിക്കും. പിൻപ്, അധ, അനന്തരം. നീറാകും ഈ ഉടൽ, ഈ ഉടൽ നീറാകും. നീറെന്ന് പറഞ്ഞ ചാരം, ചാമ്പൽ, ഭസ്മം.
ഈ ഉടൽ നീറാകും. അപ്പോൾ പിന്നെ ഈ ശരീരം വിറകായ ഈ ശരീരം വെറും ചാമ്പലായി അങ്ങ് മാറും. നിമിഷ നേരം മതി അല്ലേ, അധിക സെക്കൻഡുകൾ പോലും വേണ്ട. ഇപ്പോൾ പെട്ടെന്ന് ചാരാക്കി അങ്ങ് തരും. നമുക്ക് ആലോചിച്ച് നോക്കിയേ, ആ ജീവനല്ലേ നമ്മളെ, ആ ചൈതന്യമല്ലേ നമ്മൾ ഇത്രയും കാലം ഇതിനെ ചൈതന്യവത്താക്കി വെച്ചത്, ഈ ജഡത്തിനെ. അത് പോയപ്പോൾ നിമിഷ നേരം കൊണ്ട് ഇത് ചാമ്പലാകും. ഈ ഉടൽ നീറാകും, ഈ ശരീരം എരിഞ്ഞ് ചാമ്പലാകും. അതിന് ഗുരു പറഞ്ഞു, അതിന് ഉപനിഷത്ത് ഋഷി പറഞ്ഞു ഭസ്മാന്തം ശരീരം. നീറാകും ഈ ഉടൽ എന്ന് ഗുരു പറഞ്ഞപ്പോൾ അതിൻ്റെ തർജ്ജമ വരുന്നത്, അതിൻ്റെ മന്ത്രം വരുന്നത് ഭസ്മാന്തം ശരീരം. ഇനി അത്ര മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ പിൻപ് എന്ന് പറഞ്ഞ അധ എന്നർത്ഥമാണ്, അനന്തരം. ഈ ഉടൽ നീറാകും ഈ ഉടൽ എന്ന് പറഞ്ഞ ഈ ഉടൽ നീറാകും. ഈ ശരീരം എരിഞ്ഞ് നീറെന്ന് പറഞ്ഞ് ചാമ്പലാകും, ചാരമാകും. ആ സമയത്ത് ആത്മൻ അല്ലയോ ജീവാത്മാവേ, അല്ലയോ മനസ്സേ, ഓം എന്നു നീ സ്മരിക്കാത്മൻ അല്ലെ, ഓം എന്നു നീ സ്മരിക്ക. സ്മര എന്നുള്ളതിന്റെ ആ പിന്നെ അജ്ഞാർത്ഥകം തന്നെ ഗുരു ഉപയോഗിച്ചുണ്ട്, സ്മരിക്ക. ഓം എന്നു നീ സ്മരിക്ക. ക്രതോ ഓം സ്മര എന്നുള്ളതിന്റെ തർജ്ജമയാണ് ഗുരു തന്നത്. ഓം എന്നു നീ സ്മരിക്ക. ആത്മൻ ഓം എന്നു നീ സ്മരിക്ക. ആ സമയത്ത് നീ ഓങ്കാരത്തെ ഓർമ്മിക്കൂ. ഇത് ആവർത്തിച്ച് ഓങ്കാര ഉപാസന നമ്മുടെ ജീവിതത്തിന്റെ ശൈലമാക്കി താളമാക്കി മാറ്റിയാൽ നമുക്കതിന് സാധിക്കും. എന്നിട്ട് പറയാണ്, നീ ഓമെന്നു സ്മരിക്ക. ഓമെന്നു നീ സ്മരിക്കാത്മൻ. നീ ഇതുവരെ ബ്രഹ്മപ്രതീകമായി നീ ഉപാസന ചെയ്തിട്ടുള്ള ഓങ്കാരത്തെ നീ ഓർക്കൂ. കൃതം സർവം സ്മരിക്കുക. കൃതം ചെയ്തിട്ടുള്ളതായ സർവം സകലതും സർവകർമ്മങ്ങളെയും ഓർത്ത് നീ ശുദ്ധീകരിക്കുക. ആ പ്രണവത്തിൽ ശുദ്ധീകരിക്കുക, ആ ബ്രഹ്മത്തിലേക്ക് സമർപ്പിക്കുക, അതിൽ ശുദ്ധീകരിക്കുക എല്ലാ കർമ്മങ്ങളെയും. അവസാന സമയത്തെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റൂ. അവസാന സമയത്ത് ചെയ്യണമെങ്കിൽ ആദ്യകാലങ്ങളിൽ ഇത് പ്രാക്ടീസ് ചെയ്യണ്ടേ? പ്രണവം പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കൃതം സർവം സ്മരിക്കുക. ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളെയും ഓർത്ത് ശുദ്ധീകരിക്കുക. അതിനകത്ത് കൃതം സർവം സ്മരിക്കുക എന്നുള്ളതിന് ഉപനിഷത്ത് ഋഷി പറഞ്ഞിരിക്കുന്നു കൃതം സ്മര. ഗുരു അത് തർജ്ജമ ചെയ്തിരിക്കുന്നു, കൃതം സർവം സ്മരിക്കുക. ഇനി ആശയം പറയണ്ടെന്ന് തോന്നുന്നു, മനസ്സിലായെന്ന് തോന്നുന്നു അല്ലെ? ഈ തർജ്ജമയുടെ ആശയം മനസ്സിലായല്ലോ. പ്രാണൻ പോം അന്തരാത്മാവിൻ. മരണവേളയില് പിന്നെ ഈ പ്രാണൻ നമ്മുടെ ശരീരാന്തർഗതമായ പ്രാണൻ അന്തരാത്മാവിൻ പോവും, പ്രപഞ്ച പ്രാണനിലേക്ക് ലയിക്കും. പിൻപ് അനന്തരം ഈ ഉടൽ നീറാകും, ഈ ശരീരം ചാമ്പലായിട്ട് മാറും. ആത്മൻ അല്ലയോ മനസ്സേ, ഓമെന്നു നീ സ്മരിക്ക. ആ സമയത്ത് നീ ഓങ്കാരത്തെ സ്മരിക്കുക. ചെയ്ത കൃതം സർവം സ്മരിക്കുക. ചെയ്ത കർമ്മങ്ങളെയെല്ലാം ഓർത്ത് ശുദ്ധീകരിക്കുക എന്ന് പിന്നെ മന്ത്രത്തിന്റെ പൊരുള് തർജ്ജമയും അതിൻ്റെ ആശയവും പറഞ്ഞു, മന്ത്രവും അതിൻ്റെ ആശയവും പറഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ചെറിയൊരു വ്യാഖ്യാനത്തിലേക്ക് പോവാം അല്ലേ? അപ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ആദ്യത്തെ വാക്ക് തന്നെ നമുക്ക് എടുക്കാം. വായുരനിലം അമൃതം പറഞ്ഞു കഴിഞ്ഞു, എന്നാലും നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ വായു എന്താണെന്ന് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, വ്യക്തിസത്തയിലെ പ്രാണനാണ്. അമൃതം അനിലം എന്താന്ന് പറഞ്ഞു, അതായത് മരണമില്ലാത്ത ആ പ്രപഞ്ച പ്രാണനിലേക്ക് ലയിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ അറിയേണ്ടത്, ഈ ഒരു വാക്കിലൂടെ, ഈ ഒരു മന്ത്രത്തിലൂടെ നമ്മൾ അറിയേണ്ടത്, ലയനം സൂക്ഷ്മതലത്തിലും സ്ഥൂലതലത്തിലും നടക്കുന്നുണ്ട്. 2 തരം ലയനം അവിടെ നമ്മൾ കണ്ടു അല്ലേ? സൂക്ഷ്മതലത്തിലെന്ന് പറഞ്ഞാൽ വ്യക്തിഗതമായ പ്രാണൻ ആ സമഷ്ടിഗതമായ പ്രപഞ്ച പ്രാണനിലേക്ക് ലയിക്കും. അപ്പോൾ ഈ ശരീരം ഭസ്മമാകും എന്ന് പറയുമ്പോൾ ഈ ഭസ്മമായ സ്ഥൂല ലയം അവിടെ നടക്കുക. ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് കൈക്കൊണ്ട ഈ ശരീരം മണ്ണും ജലം കനലും അമ്പരമൂടു കാറ്റും എണ്ണിപ്പിടിച്ചാണറയിലിട്ടത്. ആ പഞ്ചഭൂതാത്മകമായ ഈ ശരീരം, ഈ സ്ഥൂല ശരീരവും ഈ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളിലേക്ക് ചെന്നു ചേരുന്നു.
അതാണ് പറഞ്ഞ 2 തരം ലയം. സൂക്ഷ്മതലത്തിലും സ്ഥൂലതലത്തിലും ലയം സംഭവിക്കുന്നുണ്ട്. ശരീരം കത്തിച്ച് കളയുമ്പോഴും അത് പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ പോകുന്നു അല്ലേ? അസ്ഥി കൊണ്ടിടുമ്പോഴും കത്തി മുകളിലേക്ക് ഉയരുമ്പോഴും പിന്നെ ചാരമായും ഒക്കെ ആയിട്ട് ഈ പഞ്ചഭൂതങ്ങൾ അതാതിൻ്റെ സ്ഥാനങ്ങളിലേക്ക് തന്നെ ശരീരത്തിൽ നിന്ന് ശരീരം പഞ്ചഭൂതമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ 2 തരം ലയം, സൂക്ഷ്മതലത്തിലും സ്ഥൂലതലം. സൂക്ഷ്മതലം എന്ന് പറഞ്ഞാൽ വ്യക്തിഗതമായ പ്രാണൻ പ്രപഞ്ചപ്രാണനിലേക്ക് ലയിക്കുന്നത്. സ്ഥൂലഗതമായ ലയം എന്ന് പറഞ്ഞാൽ ഈ സ്ഥൂല ശരീരം കത്തിക്കുമ്പോൾ ഭസ്മമായി അത് പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ ചേരുന്നു എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഈ പ്രാണൻ പ്രപഞ്ചപ്രാണനിലേക്ക് ലയിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയണം മരണം എന്നാണ്. നമ്മളതിന് പേരിട്ട് വെച്ചിരിക്കുന്നത് മരണം എന്നാണ്. അതായത് മരണം എന്ന് പറഞ്ഞാൽ ശരിക്കും മരണമാണ്. അത് നമ്മളിൽ ഇരിക്കുന്ന പ്രാണൻ, നശ്വരമായിരിക്കുന്ന പ്രാണൻ, സത്യം പറഞ്ഞാൽ നമ്മളിലേക്ക് പ്രതിബിംബിച്ചിരിക്കുന്ന ആ പ്രാണൻ പ്രപഞ്ചപ്രാണന്റെ അംശമാണ്. അപ്പൊ ഇത് സ്ഥിരമല്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് നശ്വരം എന്ന് പറയാം. നമ്മളിൽ നശ്വരമായിരിക്കുന്ന ഈ ചൈതന്യത്തിൽ ഇരിക്കുന്ന പ്രാണൻ അനശ്വരമായ ആ പ്രാണനിലേക്ക് ലയിക്കുന്നതിനെയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് മരണത്തിൽ ആരും ദുഃഖിക്കണ്ട. നശ്വരമായതിൽ നിന്നത് അനശ്വരമായ പ്രാണനിലേക്കാണ് ലയിച്ചത്. അതുകൊണ്ട് മരണം എന്നാൽ അതാണെന്നർത്ഥം. അതിനാൽ മരണത്തിൽ ദുഃഖിക്കണ്ട ഗുരു എപ്പോഴും പറയുന്ന അതുകൊണ്ടാണ്. ഇനി ഭൗതികമായ ഈ ശരീരം പഞ്ചഭൂതങ്ങളിലും ലയിക്കട്ടെ, അത് അഗ്നിയിൽ ഭസ്മീകരിക്കട്ടെ. അതാണ് ഇതിൽ പറഞ്ഞു വന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ് ഭസ്മാന്തം ശരീരം. ശരീരത്തിന്റെ അന്തം എന്താണെന്ന് ചോദിച്ചാൽ ഭസ്മാണ്. അത് പറഞ്ഞു വന്നു. എന്തുകൊണ്ടാണ് നമ്മൾക്ക് സങ്കടം അപ്പോൾ വന്നത്? വല്ലാതെ ആർത്തലച്ച് കരയുന്ന എന്തുകൊണ്ടാ? ഞാൻ ദേഹമാണെന്ന് ധരിച്ചതുകൊണ്ടാണ്. ഞാൻ ആരാണെന്ന് വിചാരം നമ്മൾ ശരീരത്തോടുകൂടി ഇരുന്നപ്പോൾ ചെയ്തില്ല. ഈ ദേഹത്തിന് വേണ്ടിയാണ് ഉള്ള കണ്ട പ്രവൃത്തി മുഴുവനും ജീവിത അവസാനം മുഴുവൻ ചെയ്തത്. ഈ ദേഹത്തെ പുഷ്ടിപ്പെടുത്താനും ദേഹത്തെ അണിയിച്ചൊരുക്കാനും ദേഹത്തെ പരിഷ്കരിച്ച് നന്നാക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഇപ്പോൾ രാമായണത്തിന്റെ കാലഘട്ടമൊക്കെ പറയുമ്പോൾ പോലും ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നു. ഇപ്പോൾ ഇത് രാമായണം എന്ന് മിണ്ടുമ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കും, ഈ ഗുരുവിന്റെ കൃതി പറയുമ്പോൾ എന്തിനാ രാമായണം പറയണമെന്ന് പലരും ചോദിക്കും. അപ്പം നമ്മളെനിക്ക് പറയാൻ ഒരു കാര്യമുള്ളൂ. ഗുരു രാമായണം ഒരു ദിവസം തന്നെ പല പ്രാവശ്യം വായിച്ചിരുന്നതായിട്ട് ഗുരു തന്നെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, അനുകമ്പാദശകത്തിന്റെ അവസാനത്തെ ഫലശ്രുതിയിൽ ഗുരു പറയുന്നുണ്ട്, അരുമാമറയോതുമർത്ഥവും ഗുരുവോതും മുനിയോതുമർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നുതാൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനും. മാമറകൾ പറഞ്ഞു തന്നതും മുനിമാർ പറഞ്ഞു തന്നതും എല്ലാം ഒരേ സത്യം തന്നെയാണ്. എല്ലാ ആഗമങ്ങളുടെയും സത്യമെന്ന രാമായണം ഒരു ആഗമശാസ്ത്രമാണ്. ആഗമശാസ്ത്രം കൂടിയാണത്. ഉമാമഹേശ്വര സംവാദത്തിലൂടെയുള്ളതാ. എഴുത്തച്ഛനാണല്ലോ രചിച്ചത് അധ്യാത്മരാമായണം. അതിലെ പരമേശ്വരൻ പാർവതിക്ക് ഉപദേശിക്കുന്ന രീതിയിലാണ് അധ്യാത്മരാമായണം വരുന്നത്. അപ്പൊ അതിനകത്ത് ഇങ്ങനെയാ പറയണത്, ആഗതം ശംഭുവക്ത്രേഭ്യ ഗതം ച ഗിരിജാമുഖേ തസ്മാദാഗമം. അപ്പൊ മഹേശ്വരന്റെ മുഖത്ത് നിന്ന് പിന്നെ ഉമയുടെ ചെവിയിലേക്ക് എത്തിയത് കൊണ്ടാണ് അതിനെ ആഗമെന്ന് പറയുക. അപ്പൊ ഗുരുവിനെ നമ്മൾ എങ്ങനെയാ പാടി പുകഴ്ത്തിയത് ആശാൻ? വേദാഗമസാരങ്ങൾ അറിഞ്ഞൊരുവൻ താൻ നല്ല പാടിയേ. ഗുരുവിന്റെ കൃതികളെയും ഗുരുവിനെയും സൂക്ഷ്മമായി അറിഞ്ഞവര് ഇതിനെയൊന്നും തള്ളി പറയാൻ പാടില്ല. അതൊക്കെ നമ്മുടേതായ അഹന്തകളാണ്. ഗുരു എല്ലാത്തിനും ചേർത്ത് വെക്കാൻ നമ്മളെ പഠിപ്പിച്ചു തന്നു. അത് മാത്രമല്ല, അനുകമ്പാദശകത്ത് ഗുരു പറഞ്ഞു തന്നു, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ. അല്ലേ? വ്യാസഋഷിയാണോ അതോ ഒരു മനുഷ്യന്റെ രൂപം ധരിച്ച് ഈ ലോകത്തേക്ക് എത്തിയ ധർമ്മമാണോ, ശ്രീരാമചന്ദ്രനാണോ അനുകമ്പയാണ്ടവെന്ന് ചോദിക്കുന്നുണ്ട്. വാത്മീകി രാമായണത്തിൽ പറയുന്നുണ്ട്, രാമോ വിഗ്രഹവാൻ ധർമ്മഹാം. വാത്മീകി പറയുന്നുണ്ട്, ധർമ്മം ഒരു ശരീരം എടുത്താൽ അത് രാമനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗുരു അവിടെ ചേർത്ത് വെച്ചേക്കുന്ന മറ്റാരെയാണെന്ന് നമ്മൾ സംശയിച്ചു പോവണ്ട. നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ അവിടെ ഗുരു പറഞ്ഞു വയ്ക്കുന്നുണ്ട്.
അപ്പോൾ ഇത് നമുക്ക് ശരിക്കും വളരെ വ്യക്തമായി ഇതിൽ നിന്ന് കിട്ടും. ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നു. ഞാൻ ദേഹമാണെന്ന് ഒരു മനുഷ്യൻ ചിന്തിച്ചുറപ്പിക്കുമ്പോൾ അത് ആ ഷഡ്വൈരികളിൽ ഒന്നായ ആ മോഹം കൊണ്ടാണ്, അജ്ഞാനം കൊണ്ടാണ്. മോഹത്തിന്റെ മാതാവാണെന്ന് പിന്നെ അവിദ്യ, അജ്ഞാനം കൊണ്ടാണ് നാം ദേഹമാണ് എന്ന് നാം ഓർക്കുന്നത്. അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് അങ്ങനെയുള്ള ചിന്ത വരുന്നത്. അത് തന്നെ അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട്. അതും ഗുരുവിന്റെ കൃതിയും കൂടി ചേർത്ത് കിട്ടാവുന്ന മേഖലകളിൽ നിന്നൊക്കെ നമുക്ക് ജ്ഞാനം ആർജിച്ചു പോകണം. അവിടെ ഈ ശരീരത്തിന്റെ അവസ്ഥ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ ഇപ്പോൾ എന്നെ കൊണ്ടുപോയി സിംഹാസനത്തിൽ ഇരുത്താൻ പോവാണ്, രാജകീയ സുഖഭോഗങ്ങളൊക്കെ എനിക്ക് മേടിച്ചു തരാൻ വേണ്ടി നീ കിടന്ന് വല്ലാതെ ക്രോധിക്കുകയാണ്. എനിക്ക് എന്തിനാ ഇത്? ഈ ശരീരം അങ്ങ് പെട്ടെന്ന് കടന്നു പോകും. ഈ ഭോഗങ്ങളെല്ലാം നശ്വരം. ഇത് എന്തിനാ ഇത്? ഇവിടെ എന്തുണ്ട് സത്യം ചോദിച്ചു തുടങ്ങി. അപ്പൊ പോയിക്കാണ്, ഈ ശരീരത്തിന്റെ അവസ്ഥ നീ ഒന്ന് കേക്ക്. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. അല്ലെ, എന്തു വെണ്ണീറായി പോകാം? ഹസ്മന്തം ശരീരം. എല്ലാ ഗുരുക്കന്മാർക്കും പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. പിന്നെ പറയും, മണ്ണിന് മീതെ കൃമികളായി പോയിടിലാം. ഇത് കുഴിച്ചു മൂടുകയായിരുന്നു പണ്ടൊക്കെയുള്ള രീതി, ഈ ശരീരം കൊണ്ടുപോയി. അല്ലെ, അത് അങ്ങനെയാണെങ്കിൽ അത് മണ്ണിന് മീതെ നമ്മുടെ ശരീരം ഇത് ഭക്ഷിച്ച് കൃമികളായിട്ട് പുറത്തു വരും. അല്ലെ, കൃമി ശരീരമായിട്ടത് മാറും. മണ്ണിനു മീതെ കൃമികളായി പോയിടിലാം. എന്നിട്ട് പറയാ, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. അതുകൊണ്ട് ഈ ശരീരത്തെ ഓർത്ത് മോഹിക്കുന്നത് ശരിയല്ല എന്ന് പറയാ. നമ്മളോടൊക്കെയുള്ള ഉപദേശ ഗുരു നമുക്ക് എന്താ പറഞ്ഞു തന്നത് കുണ്ടലിനി പാട്ടിലൂടെ? ദേഹം നിജമല്ല ദേഹിയൊരുവനീ, ദേഹത്തിലുണ്ടറിഞ്ഞിടു പാമ്പേ. അല്ലെ, ദേഹവും ദേഹിയും ഒന്നായി വിഴുങ്ങിടും, ഏകനുമുണ്ടറിഞ്ഞിടു പാമ്പേ. അല്ലെ, ദേഹം നിജമല്ല, സത്യമല്ല. ഇതിനകത്തൊരു ദേഹി ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് കുണ്ടലിനിയോട് പ്രാണനോട് നൃത്തം വയ്ക്കാൻ പറയുക. ഈ ദേഹം നിജമല്ലെന്ന് നീ ഓർത്തോളണം. ദേഹിയാണ് അതിനെ ചൈതന്യവത്താക്കി വെക്കുന്നത്. ദേഹി ഒരുവനി ദേഹത്തിലുണ്ടെന്ന് അറിഞ്ഞ് നീ കുണ്ടലിനി ശക്തിയുടെ പ്രസരണം നടക്കട്ടെ. എന്നിട്ട് പിന്നെയും പറയാ, ദേഹത്തെയും ഈ ജീവനെയും ഈ ദേഹത്തെയും ഒന്നായി വിഴുങ്ങുന്ന, ഇതിനൊക്കെ പരമകാരണമായിരിക്കുന്ന ഏകനുമുണ്ടറിഞ്ഞിടു പാമ്പേ. ഇതിനൊക്കെ അതീതമായിരിക്കുന്ന ഒരു പരമാത്മശക്തിയും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് കുണ്ടലിനി പ്രാണനോട് നൃത്തം വയ്ക്കാൻ കൂടി പറയുന്നത്. അല്ലേ, ശരിക്കും സങ്കടം വരും. കുണ്ടലിനി പാട്ടൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ശരിക്കും ഗുരുവിൻ്റെ കവിത്വ ശക്തിയും ആത്മീയ ചൈതന്യവും ഋഷിത്വവും ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും. അല്ലെ, വെണ്ണീറണിഞ്ഞു വിളങ്ങും തിരുമേനി കണ്ണീരൊഴുക കണ്ടാടു പാമ്പേ. നമുക്ക് പാടിയാലും കൊതി തീരാത്ത വരികളാണ് ഗുരുവിൻ്റെ കൃതികൾ നമുക്ക് തരുന്നത്. അപ്പോൾ അതായത് നമ്മൾ ആത്മാവിനെ ഏത് സമയത്തും കൈവെടിഞ്ഞ് കളയാവുന്ന ഒരു ഉപകരണം നമ്മുടെ ശരീരം ആദ്യം നമ്മൾ അറിയണം. ഒരു ടൂളാണ് നമ്മുടെ ഈ ശരീരവും നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ഒരു ടൂളാണ്. എന്തിനുള്ളത്? ആത്മാവിന് പ്രവർത്തിക്കാനുള്ള ടൂളാണ്. ഇത് പഴകുമ്പോൾ ഇതിട്ടിട്ട് അടുത്ത ടൂളിലേക്ക് എടുക്കും, അത്രയേ ഉള്ളൂ. അത്രയും നശ്വരമാണ് നമ്മുടെ ഈ ശരീരത്തിലുള്ള ഇരുപ്പ്. അതായത് ഒന്നുകൂടി ഓർത്തോളണം, ആത്മാവിന് ഏത് നിമിഷവും കൈവിട്ട് കളയാനുള്ള ഒരു ഉപകരണം മാത്രമാണ് നമ്മുടെ ശരീരം. ഈ ശരീരം എങ്ങനെയാണെന്ന് ഗുരു പറഞ്ഞു തന്നത്? ഇപ്പൊ ഭസ്മാന്തം ശരീരം വിവരിച്ചപ്പോഴാണ് ഇതിലേക്ക് പോകേണ്ടി വന്നത്. ശരീരത്തിന്റെ അവസ്ഥ ഗുരു പറഞ്ഞു തന്നു. തൊലിയും എലുമ്പുമലം ദുരന്തമന്ത കലകളുമേന്തു മഹന്ത എന്നാ പറഞ്ഞത്. സപ്തമലങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ ശരീരം, അത്രയേ ഉള്ളൂ. അതിന് എന്തൊക്കെയാണ് ഈ സപ്തമലങ്ങൾ? തൊലിയുണ്ട്, അല്ലെ, രസം. അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ശരീരത്തിലുള്ള സപ്തമലങ്ങൾ, രസമുണ്ട്, പിന്നെ അതുപോലെ രക്തമുണ്ട്,
മാംസമുണ്ട്, മേധസ്സുണ്ട്, അസ്ഥി, മജ്ജ, ശുക്ലം. ഇങ്ങനെ 7 ധാതുക്കൾ കൊണ്ട് നിറഞ്ഞതാണ്. രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള പോഷകാംശവും ജലാംശത്തിനെയൊക്കെ രസം എന്ന് പറയാം. രസം നമ്മൾ നേരത്തെ രസം പഠിച്ചതല്ല, എല്ലാത്തിലുമുള്ള സത്ത എന്ന് പഠിച്ച കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞതാണ്. അത് വേറൊരു കോണ്ടസ്റ്റിൽ അവിടെ പറഞ്ഞു. ഇവിടെ സപ്തധാതുക്കൾ ആയുർവേദിക് ടേംസിൽ പറയുമ്പോൾ രസമുണ്ട്, ദ്രാവകാംശം അല്ലെങ്കിൽ പിന്നെ പോഷകാംശം ശരീരത്തിൽ. അടുത്ത രക്തം നമുക്കറിയാം, മാംസം അറിയാം, മേധസ് എന്ന് പറഞ്ഞ കൊഴുപ്പ്, ആ മാംസത്തിനുള്ളിലുള്ള കൊഴുപ്പ്. പിന്നെ അസ്ഥി എന്ന് പറയുന്നിടത്ത് എല്ലാം ചേരും, എല്ലിൻ്റെ ആ കൂട്ടം. പിന്നെ മജ്ജ എന്ന് പറയുന്നിടത്ത് നമ്മുടെ നാഡീവ്യൂഹങ്ങളെല്ലാം പെടും. പിന്നെ ശുക്ലം പറയുന്നിടത്ത് പ്രത്യുൽപാദന ദ്രാവകങ്ങൾ സ്ത്രീയിലും പുരുഷനിലും ഒക്കെ ഉണ്ടത്. ഇങ്ങനെ 7 മരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ ഈ ശരീരം. ആ ശരീരം ദുരന്തമാണെന്ന് ഗുരു പറഞ്ഞു. ദുരന്തമന്തക്കല എന്ന് പറഞ്ഞു. ദുഃഖേന അന്തം. ശരീരത്തിൻ്റെ അവസാനം ദുഃഖമാണ്. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഏത് വസ്തുവിനെ നമ്മൾ അധികം സ്നേഹിച്ചു ആ വസ്തു നമുക്ക് ദുഃഖം തന്നിട്ട് ഇട്ടിട്ട് പോകും. ഇപ്പോൾ ഓർത്തു വെച്ചു, ഏത് വസ്തുവിനെ നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നോ അത്ര കണ്ട് നമ്മൾ ദുഃഖിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് സ്നേഹം ഇച്ചിരി കുറച്ചോളാൻ പറഞ്ഞത്. ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായി സമർപ്പിച്ച് ചെയ്യുക. അറ്റാച്ച്മെന്റ് കുറച്ച് ഓരോന്നിനോടും കുറച്ച് കൊണ്ടുവരണം. അതാണ് വേണ്ടത്. അല്ലെങ്കിൽ എത്ര നമ്മൾ അറ്റാച്ച്ഡ് ആകുമോ അത്ര നമ്മൾ അതിൽ നിന്ന് ഡിറ്റാച്ച്മെന്റിന് വേണ്ടി വിഷമിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, സുഖവും ഒരിക്കലുമില്ല ദുഃഖമല്ലാതെ, ഇഹപര ലോകവുമില്ല തെല്ലുപോലും എന്നൊക്കെ പറഞ്ഞു തന്ന എന്തിനാ? ഈ കരച്ചിലൊക്കെ ഗുരു കണ്ടിട്ടുണ്ട് ഒത്തിരി. അതുകൊണ്ടാണ് ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നിന്റെ ഗതി, നിന്റെ ശരീരത്തിന്റെ ഗതി ഇതൊക്കെയാണെന്ന് നീ അറിഞ്ഞ് സ്വസ്ഥവും ശാന്തവുമായി ജീവിക്കുക. ഇവിടെ കിടന്ന് മല്ലിടുന്നതും മല്ലടിക്കുന്നതും തമ്മിൽ തല്ലുന്നതും പോരാടുന്നതും കുത്തിക്കൊല്ലുന്നതും ഒക്കെ അല്പകാലം മാത്രം നിലനിൽപ്പുള്ള ഈ ശരീര സുഖങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മെ ഈ ലോകത്തോട് അടുപ്പിക്കുന്നവയാണ് ശരീരം. നമ്മൾ ഈ ലോകത്തോട് ബന്ധിപ്പിച്ച് നിർത്തുന്നതാണ് ഈ ശരീരം. അതുകൊണ്ടാണ് നമ്മൾ ഈ ശരീരം പോകുമ്പോൾ കരയുന്നത്. നമുക്ക് ആരുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോഴും ചോദിക്കുന്നത് എനിക്ക് ആരുണ്ടെന്നാ. പോയ ആളെ കുറിച്ചല്ല സങ്കടം, എന്നെ ആരെ ഏൽപ്പിച്ചിട്ടാ പോയതെന്ന് ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ, ചിലപ്പോൾ മരണ വീടാണെങ്കിലും നമ്മൾ തന്നെ ഓർത്തു പോകും, ദൈവമേ ആ മരിച്ച ആളെ കുറിച്ച് ഒരു സങ്കടവും ഇല്ല, ഞാനെങ്ങനെ ജീവിക്കുമെന്നാണ് ഇപ്പോൾ ചിന്ത. നമ്മളൊക്കെ ഇത് ദുഃഖം ആണ് ശരീരം. നമ്മളൊക്കെ ഇതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. ഈ പോയ ആളൊന്നുമല്ല നമുക്ക് സംരക്ഷകനായിരിക്കുന്നത്. നമ്മളെ സൃഷ്ടിച്ച ആളുണ്ട്. ആ സൃഷ്ടാവിനറിയാം നമ്മൾ എങ്ങനെയൊക്കെ ഇവിടുന്ന് കടന്നു പോകണം, എങ്ങനെയൊക്കെ നമ്മൾ പോകുന്നു. അപ്പോൾ അവിടെ സമർപ്പിക്കാൻ നമ്മൾ പഠിക്കണം ആദ്യം തന്നെ. അതുപോലെ തന്നെ നമുക്ക് ഈ സങ്കടം തന്നെയാണ് താരോപദേശത്തിലും നിങ്ങൾ രാമായണമൊക്കെ വായിക്കുന്നവരാണെങ്കിൽ ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ചേർത്ത് വെച്ച് പഠിക്കാവുന്നതാണ്. പിന്നെ ബാലി മരിക്കുമ്പോൾ താര കിടന്ന് കരയുക, നമ്മളൊക്കെ കരയണ പോലെ കിടന്ന് കരയുക. ഇത് എനിക്ക് ജീവിതം വേണ്ട, മക്കൾ വേണ്ട, ഇതാ കിടക്കുന്നു, ശരീരം രക്തത്തിൽ കുതിർത്ത് മണ്ണിൽ പൊതിഞ്ഞ് കിടക്കുന്നു, പൊടിയണിഞ്ഞ് കിടക്കുന്നു, എൻ്റെ ഭർത്താവിൻ്റെ ശരീരം എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? നിനക്കും അറിയാൻ പാടില്ലേ ഭഗവാനെ, നിന്റെ ഭാര്യ നഷ്ടപ്പെട്ട വിരഹ ദുഃഖം, എന്നിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ എന്നൊക്കെ ചോദിക്കുക. എന്നെ കൂടി ഒന്ന് കൊല്ലുക, ഒരു അമ്പ എൻ്റെ നേരെ കൂടി അയക്ക്. അത്രയും അഡിക്റ്റായിരുന്നു ആ ശരീരത്തിനും പ്രേമത്തിലും. ആ സമയത്താണ് പിടിച്ചു നിർത്തി ഉപദേശം ചെയ്യാൻ. ഒരു ഗുരുവിൻ്റെ ഉപദേശം കിട്ടേണ്ടത് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് എന്നുള്ളത് രാമായണം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, എന്തിനു ശോകം വൃഥാ തവ, എന്തിനാ ഇങ്ങനെ ദുഃഖിക്കുന്നത്? വൃഥാ, വെറുതെയാണ്, നീ കേൾക്ക. ബന്ധമില്ലേതും ഇതിന്നു മനോഹരേ, നീ ഇങ്ങനെ ഈ ശരീരവുമായി ഈ ശരീരത്തെക്കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കുമ്പോൾ അങ്ങനെ ദുഃഖിക്കാൻ ഒരു കാര്യവുമില്ല, അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടതില്ല എന്ന് പറയുക. കാരണം ഇത് ജഡം തന്നെയായിരുന്നു ശരീരം പണ്ടും. എന്നിട്ടാണ് ചോദിക്കുന്നത്, നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ, നീ എന്തിനെ സ്നേഹിച്ചത്? ദേഹത്തെയാണോ ജീവനെയാണോ? എന്നിട്ട് പറയാണ്, ദേഹത്തെയാണ് നീ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം, പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ ശരീരം ശുദ്ധ ജഡമായിരുന്നു.
സഞ്ചിതം ത്വം മാംസരക്താസ്തി കൊണ്ടടോ. അല്ലെ, സപ്തധാതുക്കൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു, സപ്തധാതുക്കൾ കൊണ്ട് ചേർന്നതാണോ ആ ശരീരം. എന്നിട്ട് പറയാണ്, നീ ജീവനാണെങ്കിലോ നിശ്ചയം ആത്മാവ് ജീവൻ നിരാമയൻ. നിശ്ചയം നീ അറിയുക, ആ ജീവൻ ഉണ്ടല്ലോ ആത്മാവ്, അതിനെ ആത്മാവും ജീവൻ എന്നൊക്കെ പറഞ്ഞ ഒന്ന് തന്നെ. നിരാമയനാണ്. അമ്പുകൊണ്ടൊന്നും മുറിവേക്കാൻ പറ്റില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാൻ പറ്റില്ല, വെള്ളത്തിന് അലിയിച്ച് കളയാൻ പറ്റില്ല, കാറ്റിന് പറത്തി കൊണ്ടുപോകാൻ പറ്റില്ല. അത് നിരാമയനാണ്, ആപത്തൊന്നും പെടാത്തവനാണ്. ഇല്ല ജനനം മരണവും ഇല്ല കേൾ. ഇതൊക്കെ പറയുമ്പോൾ ഈ രാമായണമൊക്കെ വേണ്ടെന്ന് ആർക്ക് പറയാൻ സാധിക്കും? എനിക്ക് അറിയില്ല. അത് ജനനവും മരണമൊന്നും ഇല്ല ആത്മാവിന്. അല്ലലുണ്ടാകായി അത് എന്നിട്ട് പറയാം, ദുഃഖ വിഷയവുമല്ലത് കേവലം. എൻ്റെ താരെ അത് ദുഃഖ വിഷയമല്ല. ആ ശരീരം ഒരിക്കലും ആ പോയതിനെ കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അതിനകത്തുണ്ടായിരുന്ന സത്ത് നശിച്ചിട്ടില്ല, ഉണ്ട്, നാശമില്ലാത്തതാണ്. അത് ദുഃഖ വിഷയവുമല്ല, ജനനവും മരണമൊന്നും അതിനില്ല എന്നൊക്കെ പറയുക. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നുണ്ട്, പെട്ടെന്ന് അടങ്ങി മനസ്സ്. ആ സനാതനമായ സത്യത്തിലേക്ക് പതുക്കെ പതുക്കെ താര ശരിയാണല്ലോ ഈ പറയണത്. എന്നിട്ട് ചോദിക്കണം, എൻ്റെ ഭഗവാനെ അങ്ങ് പറഞ്ഞില്ലേ ശരീരം നശിച്ചു പോകുന്നതാണ്, ജഡമാണ്, ആത്മാവ് നശിക്കാത്തതാണ്, അനാമയനാണ്, ദുഃഖമില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞില്ലേ. പിന്നെ എനിക്ക് ദുഃഖം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ദുഃഖം വരുന്നത്? സുഖദുഃഖാദി സംബന്ധം ആർക്കെന്നുള്ളത് അരുൾ ചെയ്തിടണം ഭഗവാനെ എന്ന് പറയും. ഈ സുഖവും ദുഃഖവും ഒക്കെ ആർക്കാ വരുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നല്ല ചോദ്യം, ക്വാളിഫൈഡ് ക്വസ്റ്റ്യൻ. അപ്പൊ അത്രയും ചോദ്യം ചോദിക്കുന്നതിലേക്ക് ഒരു വാനര സ്ത്രീയായ താരയെ ഉയർത്തണമെങ്കിൽ വാനരന്മാരെ പോലെ മരഞ്ചാടികളെ പോലെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിനെ ആത്മീയതയുടെ പ്രകാശം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു ചോദ്യത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ചോദിക്കുകയാണ്, യാതൊരളവ് ദേഹേന്ദ്രിയാദി ഭേദഭാവേന സംബന്ധമുണ്ടായി വരും, അത്ര നാളേക്കും ആത്മാവിന് സംസാരമെത്തും വാർത്തക കാരണം. ആ രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. എപ്പോഴാണോ ആ ആത്മചൈതന്യം നിന്റെ അന്ധകരണത്തിലേക്ക് ജീവനായി തുടിച്ചത്, അപ്പോൾ ആ അന്ധകരണത്തിന്റെ വാസനകളോട് ചേർന്നപ്പോഴാണ് സംസാരമുണ്ടായത്. ആ നിരാമയനായ ആത്മാവ് ഈ ജഡമായ ശരീരത്തിൽ മനസ്സിലേക്ക് പ്രതിബിംബിച്ചപ്പോൾ, ആ മനസ്സിന്റെ വാസനയ്ക്കനുസരിച്ച് സഞ്ചരിച്ചപ്പോൾ ആ സ്വരൂപം മറന്നുപോയി. നാം ആത്മസ്വരൂപമാണെന്ന് മറന്ന് വാസനാ പ്രേരിതമായി സഞ്ചരിച്ചു. ഞാൻ അവിടെ നിർത്തുകയാണ്, നിങ്ങളിനി എന്നെ വഴക്ക് പറയും. അവിടെ നിന്ന് അങ്ങോട്ട് വേദാന്തമാണ് കുറേ പറയുന്നത്, അല്ലേ? അതൊക്കെ നമുക്ക് ഗുരുവിൻ്റെ കൃതികളിൽ ഓരോടത്തും 64ഓളം കൃതികൾ തന്നിട്ടില്ലേ? ഭാരതത്തിൻ്റെ സമസ്ത അധ്യാത്മ ഗ്രന്ഥങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടുണ്ടല്ലോ നമുക്ക് 64 കൃതി തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് പൂജാമുറിയിൽ ഇത് വയ്ക്കും, അന്നിട്ട് ഗുരുദേവ കൃതി എവിടെയെങ്കിലും മൂലക്കിട്ട് കിടപ്പുണ്ടാവും, അല്ലേ? ചെയ്യാൻ പാടില്ല. കാരണം എന്ത് നമ്മൾ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പരതുന്നുവോ അതെല്ലാം ഓരോന്നെടുത്ത് നോക്കുമ്പോഴും അതിങ്ങനെ എഴുതി ഭഗവാൻ ഇങ്ങനെ രചിച്ച് അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് തന്നേക്കുക. നമ്മളിതൊന്നും പോയി വായിക്കില്ല എന്ന് ഭഗവാൻ അറിയാം. പക്ഷേ ഈ ഗുരുവിൻ്റെ കൃതി മാത്രം, ആ കൃതി മനനം ചെയ്താൽ മതി, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സത്ത നമുക്ക് കിട്ടും എന്നുള്ളത് എന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞൊരു ക്ലാസ് എടുക്കാനായിട്ട് ചെന്നപ്പോൾ വലിയ പഠിതാക്കളാണ്, അതിൽ 10-15 പേരേ ഉള്ളൂ. ഞങ്ങൾക്ക് രാമായണം കേൾക്കാൻ പോകണം എന്ന് പറയും. അപ്പോൾ വന്ന ആളും പറയേ, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വിടണം കേട്ടോ, രാമായണം പാരായണം ചെയ്യണം. നമ്മളറിയാതെ ഒരു തുള്ളി കണ്ണുനീര് വരും. എന്താന്ന് പറയണോ, ഈ രാമായണത്തെ മുഴുവൻ ഒരു ഇതാക്കി നമ്മുടെ മുന്നിലേക്ക് തന്നിട്ട് നമ്മളിപ്പോഴും അജ്ഞന്മാരല്ലേ? സത്യത്തിലതെ. അതൊക്കെ അതിനകത്ത് ഗുരു എന്താണ് തന്നേക്കണതെന്ന് അറിയാനുള്ള ആ ഒരു ശേഷിയും ശേമുഷിയൊന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. നമ്മളിങ്ങനെ ഓടുക. അന്ന് രാമായണം വായിച്ചു കേൾക്കുക, അതെന്താ കേട്ട, അതിലെന്തായിരുന്നു പഠിച്ചത്, അതൊന്നും അറിയില്ല, അത് വായിക്കും. ആലോചിച്ച് നോക്കൂ. അപ്പോഴും നമ്മളിങ്ങനെ, അതാണ് ഗുരു പറഞ്ഞത്, ദേവനേത് ദേവി ഏത് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവകാരുണ്യമില്ലാത്ത പ്രവൃത്തിയെ ചെയ്ത് കഴിഞ്ഞുകൂടുന്നു, ഈശ്വരനെ തേടി അലയുന്നു, കയ്യിലിരിക്കുന്ന കൽപ്പകവൃക്ഷക്കനിയെ കാണാതെ കളയുന്നു എന്നൊക്കെ ഗുരു പറഞ്ഞത് തേടേണ്ടത് അവനവനിലാണ്.
അവനവനിലാണ് തെളിയേണ്ടത്. ഈ ഒരു ആശയം നമുക്ക് വരേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ മന്ത്രത്തിൽ 17ാമത്തെ മന്ത്രത്തിൽ പറയണത്, കഴിഞ്ഞ മന്ത്രത്തിൽ പൂഷനെ ഒരു ബ്രഹ്മത്തിൻ്റെ പ്രതീകമാക്കി വെച്ചുകൊണ്ട് ഉപാസന ചെയ്ത് ഒരു ഭക്തൻ രക്ഷപ്പെട്ട് ആ സത്തയിലേക്ക് ഉയരാനാണ്. ഈ മന്ത്രത്തിൽ പറയുന്നത് നിനക്ക് പൂഷനല്ല, ഓങ്കാരത്തെയാണ്, പ്രണവത്തെയാണ് പ്രതീകമാക്കി വെച്ചുകൊണ്ട് ബ്രഹ്മ ഉപാസന ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ പ്രണവത്തെ എടുത്തോളൂ. ഓപ്ഷൻ ഉണ്ട് അവിടെ. ഉപാസനാമൂർത്തികൾ ഏതുമാകും. ഇപ്പൊ ശിവനെ തന്നപ്പോഴും സുബ്രഹ്മണ്യെ തന്നപ്പോഴും ഗണപതിയെ തന്നപ്പോഴും ഒക്കെ എല്ലാവർക്കും വെച്ച് തന്നിട്ടുണ്ട്. എല്ലാ ആടയാഭരണങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്. ദേവിക്കും വെച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ. അപ്പൊ എല്ലാം ഒന്ന് തന്നെയാണെന്ന് നമ്മൾ പൊട്ടന്മാരാണെന്ന് അറിയാം. നിങ്ങളിങ്ങനെ പോകും രൂപത്തിൻ്റെ ഒപ്പം. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്താണോ നമുക്ക് തന്നത് അവിടെ നിന്ന് നമ്മൾ തന്ന പ്രാകൃത മനസ്സിൽ നിന്നത് ഇങ്ങോട്ടൊരു അടി വെക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്ത ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഗുരു എന്താ നമുക്ക് തന്നത്? നമ്മൾ എങ്ങോട്ടാ സഞ്ചരിക്കുന്നത്? ഇപ്പോഴും നമ്മൾ ഓട്ടമാണ്. ഓട്ടത്തിൻ്റെ സ്പീഡൊന്നും ഒട്ടും ഒരു കുറയ്ക്കുന്നേയില്ല. അപ്പോൾ ഈ ശ്ലോകത്തിലെ പിന്നെ ഓങ്കാരത്തെ ബ്രഹ്മപ്രതീകമാക്കി വെച്ച് ഉപാസന ചെയ്യാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്രയും ഭാഗം മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് നന്നായി ഉപാസന ചെയ്യണം. ഇത് നമ്മൾക്ക് വേണ്ടി, നമ്മളെപ്പോലെ അജ്ഞാനികളായ ജീവന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നതാണ്. അപ്പോൾ പഠിക്കുക. ബാക്കി നമുക്ക് ഇതിൻ്റെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു.